ഇപ്പോൾ വീട്ടിൽ നിൽക്കുക എന്നുള്ളത് കുറച്ച് റിസ്ക് ഒക്കെ ഉള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ സെക്രട്ടറിനെ കുറച്ചുകൂടി സെക്യൂരിറ്റീസ് ഒക്കെ കൂടുതലുള്ള അവർ തന്നെ ഹോട്ടലിലേക്കൊക്കെയാണ് അമ്മ പറഞ്ഞയക്കുന്നത്. സിറ്റുവേഷൻസിനെ കുറിച്ച് നന്നായി തന്നെ അറിയാവുന്നത് കൊണ്ട് തന്നെ സെക്രട്ടറിയും ഇപ്പോൾ സെൽഫ് ഡിഫൻസ് ഒക്കെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പണ്ട് മുതൽ ന്യൂസൊക്കെ വായിക്കണമെന്ന് സെക്രട്ടറിക്ക് ഒരുപാട് ആഗ്രഹമുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെയാണ് ന്യൂസൊക്കെ വായിക്കുവാനായിട്ടുള്ള ഒരു അവസരം പോലും അമ്മ ഉണ്ടാക്കി കൊടുത്തത്. അതിൻ്റെ ഒരു സന്തോഷമൊക്കെ അവൾക്കും ഉണ്ടായിരുന്നു. അച്ഛനും സ്റ്റുഡിയോയുടെ പുറംഭാഗമൊക്കെ അടിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കുമായിരുന്നു ഒരുപാട് സെക്യൂരിറ്റീസ് ഒക്കെ അവരുടെ അടുത്തേക്ക് എത്തുന്നത്. പിന്നീട് ഒരു ഡെലിവറി ബോയ് ആകട്ടെ ഒരുപാട് ഫുഡൊക്കെ അവർക്ക് നൽകുന്നുമുണ്ട്. ഇതെല്ലാം തന്നെ അമ്മയായിരുന്നു ഏർപ്പാടാക്കിയിട്ടുണ്ടായിരുന്നത്. അച്ഛനും സ്റ്റുഡിയോയുടെ വെളിയിലാണ് നിൽക്കുന്നതെന്ന് മനസ്സിലാക്കുന്ന അമ്മയും നേരമൊക്കെ ഇരുട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റുഡിയോയുടെ വെളിയിലേക്ക് വരുവാനേ പാടില്ല എന്നൊക്കെയാണ് പറയുന്നത്. നാമിന് ഇഷ്ടമുള്ള ഏത് ഫുഡ് വേണമെങ്കിലും മേടിച്ച് കഴിച്ചോളാം എന്നൊക്കെ അമ്മ പറയുന്നുണ്ട്. പക്ഷെ പരിചയമില്ലാത്ത ആരെന്ത് തന്നിട്ടുണ്ടെങ്കിലും അതൊരിക്കലും കഴിക്കാനായിട്ട് പാടില്ല. എന്ത് തന്നെ കഴിച്ചിട്ടുണ്ടെങ്കിലും നീ സുന്ദരനായിട്ട് തന്നെയാണ് ഇരിക്കുന്നതെന്നൊക്കെ അമ്മ പറയുമ്പോഴത്തേക്കും നാമിനൊന്ന് ചിരിക്കുകയാണ്. അമ്മ കൊടുത്തിട്ടുണ്ടായിരുന്ന ഓർഡർ ആയതുകൊണ്ട് തന്നെ അച്ഛനും മകനും കൂടി സ്റ്റുഡിയോയുടെ അകത്തേക്കൊക്കെ കയറിപ്പോകുന്നുണ്ട്. പിന്നെ സെക്യൂരിറ്റീസും അവരുടെ സ്റ്റുഡിയോയുടെ വെളിയിലേക്ക് നിൽക്കുന്നു. മാത്രമല്ല ആരോ ഒരാൾ ഇവരെ വാച്ച് ചെയ്യുന്നതായിട്ടും കാണിക്കുന്നു. റെഡ് ഹിൽസിനെ പോലീസ് സ്റ്റേഷനിലേക്കൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നെങ്കിലും അവരെ ചോദ്യമൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. സോ ഹീസിക്കിനും അതിനുവേണ്ടി പോകണമായിരുന്നു. ഡ്രൈവിംഗ് ടെസ്റ്റിന്റെ റിട്ടേൺ എക്സാം ഒക്കെ നംസുൾ പാസ്സായിട്ടുണ്ടായിരുന്നു. ഇനി ടെസ്റ്റ് മാത്രമാണ് മിച്ചമുള്ളത്. ആ ടെസ്റ്റൊക്കെ അടുത്ത ആഴ്ചയാണെന്ന് നംസുൾ പറയുമ്പോഴത്തേക്കും നിന്നെ ഓർത്ത് എനിക്ക് അഭിമാനമുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഹീസിക്കും അവളുടെ മുടിയിലേക്ക് വന്ന് തലോടി കൊടുക്കുന്നു. ഹീസിക്കിനോട് പെട്ടെന്ന് തന്നെ തിരിച്ചു വരണമെന്നൊക്കെ പറഞ്ഞിട്ട് അവളും പോവുകയാണ്. ബിയോമും ഇപ്പോൾ ഷിയോനെ കോൾ ചെയ്യുന്നു. ബിയോമിന്റെ അടുത്ത് ഒന്നും തന്നെ ഈ ഒരു മറുമരുന്നിനെ കുറിച്ച് ഷിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ അവർ അത് മനസ്സിലാക്കിയെടുത്തതാണ്. ആരും അറിയാതെ ഷിയോയും ഡുഗോയുടെ ലാബിൽ വെച്ചായിരുന്നു ഈ ഒരു മരുന്നൊക്കെ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത്. പാവേലിന്റെ പെർമിഷൻ ഇല്ലാതെയാണ് അവനത് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ അതുകൊണ്ട് തന്നെ ബിയോമു അവനെ വഴക്ക് പറയുകയാണ്. പക്ഷെ ഷിയോ മൂലമാണ് ഇപ്പോൾ പാവേലിന് ഒരു വരുമാന മാർഗം പോലും ഉള്ളത്. അതുകൊണ്ട് തന്നെ ഒരിക്കലും പാവേലിന് ഷിയോനെ കൊല്ലുവാൻ സാധിക്കുകയില്ല എന്ന് അവൻ എടുത്തു പറയുന്നു. റെഡ് ഹിൽസും ഇപ്പോൾ അറിയാവുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. അതായത് പണക്കാരായിട്ടുള്ള ആളുകളെയൊക്കെ ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് ഇവർ ഈ ഒരു ബിസിനസ് ഒക്കെ നടത്തുന്നത്. പിന്നെ ഹെറിറ്റേജ് ക്ലബിലെ മാഡം എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത് അതേ കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ഈ ഒരു മറുമരുന്നിന്റെ ബിസിനസ് ഒക്കെ കൺട്രോൾ ചെയ്യുന്നത് ഡൂഗോയിലെ ആളുകളാണെന്നുള്ള കാര്യവും എനിക്കറിയാമെന്നൊക്കെ അവളും പറയുകയാണ്. റെഡ് ഹിൽസ് 100ഓളം ആളുകളുടെ അടുത്താണ് മരുന്നൊക്കെ വിറ്റിട്ടുള്ളത്. പക്ഷേ മാഡം ആകട്ടെ ഒരുപാട് ആൾക്കാരെ റെഡ് ഹിൽസിനെ പോലെ തന്നെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ രാജ്യത്തിൻ്റെ പല ഭാഗത്തായിട്ട് ഒരുപാട് ആൾക്കാരെ ഇപ്പോൾ തന്നെ ഈ ഒരു മരുന്നൊക്കെ ഉപയോഗിക്കുന്നുണ്ടെന്നുള്ള കാര്യവും അവൾ അറിയിക്കുകയാണ്. കാടൽ കുതിരയുടെ രക്തത്തിൽ നിന്നുമാണ് മറുമരുന്നൊക്കെ ഉണ്ടാക്കുന്നതെന്ന് ഹീസിക്കിനോട് അവളും പറയുന്നു. ഹീസിക്കിന് പെട്ടെന്ന് വീട്ടിലേക്ക് വരുവാൻ സാധിക്കാത്തത് കൊണ്ട് തന്നെ ഓയുടെ കയ്യിൽ നംസുണിന് വേണ്ടി കുറച്ച് ഡ്രസ്സൊക്കെ കൊടുത്തു വിടുന്നുണ്ട്. ജനറലും ഹീസിക്ക് കൊടുത്തിട്ടുണ്ടായിരുന്ന ഡീറ്റെയിൽസ് ഒക്കെ നോക്കിയതിന് ശേഷം ഷിയോയ്ക്ക് എതിരായിട്ട് നിൽക്കുവാനായിട്ട് തീരുമാനിക്കുകയാണ്. അങ്ങനെ അയാളും ഷിയോനെ കോളൊക്കെ ചെയ്യുന്നു. അമ്മയുടെ ഫാമിലിയുമായി ബന്ധപ്പെട്ട ആളുകളെയൊക്കെ തന്നെ ഇപ്പോൾ അവർ നോട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പക്ഷെ ഒരിടത്തും അമ്മയുടെ മക്കളെ മാത്രം കണ്ടിട്ടുണ്ടായിരുന്നില്ല എന്ന കാര്യമൊക്കെ ബോഡി ഗാർഡും ഷിയോനെ അറിയിക്കുന്നു. നാംസോണും ഹീസിക്കിനെ കോൺടാക്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അവൻ വരുവാൻ ലേറ്റ് ആകുമെന്നൊക്കെ അറിയിക്കുകയാണ്. ഷിയോനെ കണ്ട് കഴിയുമ്പോൾ തന്നെ നീ മാഫിയ ഗ്രൂപ്പിന്റെ കൂടെയുള്ള ആളാണോ, നീ ഡ്രഗ്സ് ഒക്കെയാണോ വിൽക്കുന്നത് എന്നൊക്കെ ജനറലും അവനോട് ചോദിക്കുന്നു. പക്ഷെ അവനും വളരെയധികം സിമ്പിളായിട്ട് അതേന്ന് മറുപടിയൊക്കെ പറയുമ്പോഴത്തേക്കും ജനറലിനും ആകെ ദേഷ്യം വന്നിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്ന ഡീറ്റെയിൽസ് എല്ലാം തന്നെ അവൻ്റെ മുഖത്തേക്കൊക്കെ വലിച്ചെറിയുന്നു. ജനറൽ എന്തായാലും ഷിയോനെ വെറുതെ വിടുവാനായിട്ട് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഷിയോ ആകട്ടെ അയാളുടെ മുഴുവൻ ഡീറ്റെയിൽസും കളക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അങ്ങനെ പ്രോസിക്യൂട്ടറുടെ ഫാമിലിയിലുള്ള ആളുകൾ പോലും എവിടെയാണ് ഉള്ളതെന്നൊക്കെ ഷിയോ കൃത്യമായിട്ട് പറയുകയും പിന്നീട് നമ്മൾ ഒന്നിച്ചായിരുന്നില്ലേ ഡ്രഗ്സ് ഒക്കെ വിറ്റിട്ടുണ്ടായിരുന്നതെന്നൊക്കെ ചോദിക്കുകയും അതിനുശേഷം അയാളെ തല്ലുകയും കൂടി ചെയ്യുകയാണ്. എന്തായാലും ഈ ഒരു ജനറലിന്റെ മകളൊക്കെ വെളിയിൽ പോയിട്ടാണ് പഠിക്കുന്നത്. അതിനുള്ള ഫണ്ട് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നത് പോലും ഷിയോ ആയിരുന്നു. ഷിയോനെ ഒരു ഡ്രഗ് ഡീലർ എന്ന മുദ്ര കുത്തുകയാണെങ്കിൽ ഉറപ്പായിട്ടും എൻ്റെ കയ്യിൽ നിന്നും നിങ്ങളും ഡ്രഗ് ഒക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു എന്ന കാര്യം ഞാൻ വെളിയിൽ പറയുന്നതായിരിക്കുമെന്നൊക്കെയാണ് ഷിയോ പറയുന്നത്. ശരിക്കും ഇയാൾ ഡ്രഗ്സ് ഒന്നും യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ലെങ്കിൽ പോലും ഈ ഒരു ഡ്രഗ്സ് ടെസ്റ്റ് ചെയ്താലും തിരിച്ചറിയാനായിട്ട് സാധിക്കുകയില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഷിയോ ആർക്കൊക്കെ ഡ്രഗ്സ് കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നുവോ അവരെ എല്ലാവരെയും തന്നെ ശിക്ഷിക്കുന്നതായിരിക്കുമെന്നൊക്കെ ഷിയോയും പറയുകയാണ്. ഞാൻ ഒരിക്കലും മൃഗങ്ങളെ ഒന്നും കൊല്ലാറില്ല. അതുകൊണ്ട് തന്നെ ഒരു മൃഗത്തെ പോലെ എൻ്റെ കൂടെ നിൽക്കുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത്. അല്ല എങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളുടെ ഫാമിലിനെ പോലും ഞാൻ കൊല്ലുന്നതായിരിക്കുമെന്നൊക്കെ ഷിയോ പറയുമ്പോഴത്തേക്കും അയാളും ഒരുപാട് പേടിച്ചു പോകുന്നു. പോലീസ് പിടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്ന വിറ്റ്നസിനെ ഇപ്പോൾ ഷിയോ കൊന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവരുടെ കയ്യിൽ വേറെ തെളിവൊന്നുമില്ല. അഥവാ തെളിവ് നിരത്തുകയാണെങ്കിൽ പോലും അതെല്ലാം തന്നെ ഇല്ലീഗലായിട്ട് കൊണ്ടുവന്നിട്ടുള്ള തെളിവുകളാണ്. സോ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഇതിനെതിരായിട്ട് റിയാക്ട് ചെയ്യുവാൻ സാധിക്കുമെന്നൊക്കെയാണ് ഷിയോ പറഞ്ഞു കൊടുക്കുന്നത്. എന്തായാലും ഷിയോയ്ക്കെതിരായിട്ട് ഒന്നും തന്നെ ചെയ്യരുതെന്നൊക്കെ പറഞ്ഞിട്ട് അവനും പോകുന്നു. പാവലിന്റെ ഗ്രൂപ്പിലുള്ള ആളുകളെ കുറിച്ചൊക്കെ സംസാരിക്കുകയാണെങ്കിൽ അതിലുള്ള ഓരോ ആൾക്കാരെയും എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് പഠിപ്പിച്ചതിന് ശേഷം ആയിരിക്കും ഈ ഒരു ഫീൽഡിലേക്കൊക്കെ ഇറക്കുക. നിയമത്തെക്കുറിച്ചും പണമൊക്കെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നതിനെക്കുറിച്ചും അവർക്ക് വ്യക്തമായി തന്നെ അറിവുണ്ടായിരിക്കും. സാധാരണ ഒരു മാഫിയ ഗ്രൂപ്പിനെ പോലെ അല്ല അവർ എന്നൊക്കെ നേരത്തെ ഓപ്പലൻറ്റഡ് ആൾ പറഞ്ഞിട്ടുണ്ടായിരുന്നതിനെ കുറിച്ചാണ് അമ്മ ഇപ്പോൾ ഓർക്കുന്നത്.
ഓപ്പലൻറ്റിൽ ചേരുന്നതിന് മുമ്പ് നിങ്ങൾ എന്തായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നതെന്നൊക്കെ അമ്മയും അയാളോട് ചോദിക്കുന്നുണ്ടെങ്കിലും അമ്മയോട് അധികം വൈകാതെ അമ്മ അത് മനസ്സിലാക്കുമെന്ന് പറഞ്ഞിട്ട് അയാളും പോകുന്നുണ്ട്. ഹീസിക്കും റെഡ് ഹിൽസിനെ റിലീസ് ചെയ്യുകയാണ്. അതായത് റെഡ് ഹിൽസിനെ പോലീസ് പിടിച്ച കാര്യമെല്ലാം പറയുകയാണെങ്കിൽ ഉറപ്പായിട്ട് അവൾ മരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് പണമൊക്കെ കിട്ടിയത് കൊണ്ട് രക്ഷപ്പെടുവാനായിട്ട് ശ്രമിച്ചു എന്ന് മാത്രമേ മാഡത്തിൻ്റെ അടുത്ത് പറയാൻ പാടുള്ളൂ എന്നൊക്കെയാണ് ഹീസിക്ക് പറഞ്ഞു കൊടുക്കുന്നത്. ഇനി ഒരിക്കലും ഇതുപോലെ പണവുമായിട്ട് മുങ്ങുകയില്ല എന്ന് പറഞ്ഞിട്ട് നീ കയ്യിലുള്ള പണമൊക്കെ മാഡത്തിനെ ഏൽപ്പിക്കണം. അവരും നിന്നെ വിശ്വസിച്ചോളും. മാത്രമല്ല നിന്നെപ്പോലെ വേറെയും ഏജൻസ് ഒക്കെ ഉണ്ടല്ലോ, അവരുടെ എല്ലാവരുടെയും ലിസ്റ്റ് എനിക്ക് വേണമെന്നായിരുന്നു ഹീസിക്ക് റെഡ് ഹിൽസിൻ്റെ അടുത്ത് പറയുന്നത്. ഹെറിറ്റേജ് ക്ലബിനുള്ളിൽ ക്യാമറാസ് ഒക്കെ ഉണ്ടെന്നുള്ള കാര്യം ഇപ്പോൾ മാഡം മനസ്സിലാക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ എല്ലാ സ്റ്റാഫ്സിനെയും വിളിച്ചു വരുത്തിയിട്ട് എവിടെയൊക്കെ ക്യാമറാസ് ഉണ്ടോ അതെല്ലാം എടുത്ത് പൊട്ടിച്ചു കളയുകയാണ് മാഡം ചെയ്യുന്നതും. നാംസോണ് ഫുഡൊന്നും ഉണ്ടാക്കുവാൻ അറിയുകയില്ലെങ്കിൽ പോലും യൂട്യൂബിൽ നോക്കിയിട്ട് എന്തൊക്കെയോ ഉണ്ടാക്കുന്നൊക്കെയുണ്ട്. ഹീസിക്കിനെയും ടീമിനെയും കാണുവാനായിട്ട് ഉയർന്നൊരു ഉദ്യോഗസ്ഥനൊക്കെ എത്തുകയാണ്. ഷിയോയുമായി പിടിപാടുള്ള ആളുകളാണ് മുകളിലുള്ള എല്ലാവരും. അതുകൊണ്ട് തന്നെ നിങ്ങൾ എത്രയൊക്കെ തെളിവ് നിരത്തിയിട്ടുണ്ടെങ്കിലും അതെല്ലാം ഇല്ലീഗലായിട്ടുള്ളത് ആയതുകൊണ്ട് തന്നെ അവർ ഉറപ്പായിട്ടും സെർച്ച് വാറന്റിനൊന്നും ഉത്തരവിടുകയില്ല. അതുകൊണ്ട് തന്നെ കൂടുതൽ എവിഡൻസ് ഒക്കെ കളക്ട് ചെയ്യുകയാണ് നിങ്ങളിപ്പോൾ ചെയ്യേണ്ടതെന്നാണ് ആ ഒരു പോലീസും ഇവരോട് പറയുന്നത്. തെളിവായിട്ട് ഡ്രഗ്സ് വല്ലതും കൊണ്ടുവന്നാൽ എന്തായിരിക്കും സംഭവിക്കുക എന്നൊക്കെ ഹിസിക്ക് ചോദിക്കുമ്പോഴത്തേക്കും ഡ്രഗ്സ് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ പോലും അത് ഡൂഗോയിൽ നിന്നുമാണെന്ന് നമുക്ക് തെളിയിക്കുവാനായിട്ട് സാധിച്ചില്ല എങ്കിൽ അവരതിന് പിന്നിൽ ബാക്കി കഥകളൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ വ്യക്തമായിട്ട് ആലോചിച്ചിട്ട് മാത്രമേ ഏതൊരു കാര്യവും ചെയ്യാവൂ എന്ന് പോലീസും അവരോട് പറയുന്നു. ഹീസിക്കും ഉറങ്ങാതൊക്കെ ഇരുന്നത് കൊണ്ട് തന്നെ ഇപ്പോൾ ഉറക്കമൊക്കെ തൂങ്ങി നിൽക്കുകയാണ്. അപ്പോഴായിരുന്നു നാംസോൺ ഹീസിക്കിന് വേണ്ടിയിട്ട് നല്ല ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്നുള്ള ഒരു മെസ്സേജ് അവന് തന്നെ വരുന്നത്. ഞാനും നാംസോണും ഒന്നിച്ചാണ് താമസിക്കുന്നത്, അവളും എനിക്ക് വേണ്ടി ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്ന് ഹീസിക്ക് പറയുമ്പോഴത്തേക്കും ഇവരെല്ലാവരും അവർ ലിവിങ് ടുഗെദർ ആയിരിക്കുമെന്നൊക്കെ വിചാരിക്കുകയാണ്. അവർക്ക് എല്ലാവർക്കും തന്നെ നാംസോണെ ഒരുപാട് ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവർ തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പിനോട് ഒരുപാട് യോജിക്കുന്നുണ്ടെന്നാണ് അവരെല്ലാവരും തന്നെ പറയുന്നത്. പിന്നെ അവളും ഒരുപാട് പണക്കാരിയാണല്ലോ, അതുകൊണ്ട് തന്നെ അവൾക്ക് സിബ്ലിങ്സ് ആരെങ്കിലും ഉണ്ടോ എന്നൊക്കെ ഓയും ചോദിക്കുന്നു. ഉണ്ടെന്ന് കേട്ട് കഴിയുമ്പോഴത്തേക്കും ഓയ്ക്ക് കുറച്ച് സന്തോഷമൊക്കെ ആകുന്നുണ്ടെങ്കിലും അവൾക്കൊരു ബ്രദറാണ് ഉള്ളതെന്ന് കേൾക്കുമ്പോഴത്തേക്കും ഓ ഒന്ന് ഞെട്ടുന്നു. നാംസോൺ ഉള്ളത് ഒരു ബ്രദർ ആണെങ്കിൽ അതൊന്നും പ്രശ്നമില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഓ നിൽക്കുന്നത്. എന്തായാലും നാംസോൺ ഉണ്ടാക്കിയ ഫുഡൊക്കെ കഴിക്കുവാനായിട്ട് അവരെല്ലാവരും തന്നെ ഹീസിക്കിനെയും കൂട്ടിക്കൊണ്ട് പോകുന്നു. എല്ലാവരും ഒരുപാട് ഇഷ്ടത്തോടു കൂടി തന്നെ ഫുഡൊക്കെ വായിലേക്ക് വെക്കുന്നുണ്ട്. പക്ഷെ വായിൽ വെച്ച് കഴിയുമ്പോഴത്തേക്കുമാണ് ഒന്നിനും കൊള്ളത്തില്ലാത്ത ഫുഡാണ് അതെന്നുള്ള കാര്യമൊക്കെ അവർ മനസ്സിലാക്കുന്നത്. പക്ഷെ ഹീസിക്കിന് മാത്രം ഒരു ഭാവവ്യത്യാസവുമില്ലാതെ ഒരുപാട് ആസ്വദിച്ചൊക്കെ ആയിരുന്നു ഫുഡ് കഴിക്കുന്നത്. ഇത്രയ്ക്ക് വൃത്തികെട്ട ഫുഡ് ഞാൻ എൻ്റെ ജീവിതത്തിൽ കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ടാണ് അവർ ഫുഡ് കഴിക്കാതൊക്കെ ഇരിക്കുന്നതും. പക്ഷേ ഹീസിക്കിനാകട്ടെ ആ ഒരു ഫുഡ് വളരെയധികം ഇഷ്ടപ്പെടുകയാണ്. അവൻ ആ ഫുഡ് കഴിക്കുന്നത് കൊണ്ട് തന്നെ അതെല്ലാം നാംസോണിനോടുള്ള ഇഷ്ടത്തെയാണ് സൂചിപ്പിക്കുന്നതെന്ന് അവരും പറയുന്നു. നാംസോണിന്റെ കൂടെ ഇപ്പോൾ താമസിക്കുന്നത് ഒരാണൊന്നും അല്ലല്ലോ അല്ലേ എന്നൊക്കെ ഷിയോയും നാംസോണിനോട് ചോദിക്കുകയാണ്. അവളും പെണ്ണാണെന്നൊക്കെ സമ്മതിച്ചു കൊടുക്കുന്നു. ഇപ്പോൾ നാംസോണിന്റെ കയ്യിലുള്ളത് മംഗോളിയയിലെ പൗരത്വമൊക്കെ ആണല്ലോ, അതുകൊണ്ട് തന്നെ ഇവിടുത്തെ പൗരത്വമൊക്കെ എടുത്തു തരാമെന്നൊക്കെ ഷിയോ പറയുന്നുണ്ടെങ്കിലും നാംസോൺ അതിൻ്റെ ആവശ്യമില്ല എന്നാണ് പറയുന്നത്. എന്നാൽ പിന്നെ നാംസോണ് താമസിക്കുവാനായിട്ട് മറ്റൊരു സ്ഥലമൊക്കെ റെഡിയാക്കി കൊടുക്കാമെന്ന് ഷിയോ പറയുമ്പോഴത്തേക്കും നാംസോൺ അതിനും സമ്മതിക്കുന്നില്ല. എന്തുകൊണ്ടാണ് ഞാൻ നിന്നെ സഹായിക്കുവാനായിട്ട് നോക്കുമ്പോഴും നിനക്ക് അതിൻ്റെ ആവശ്യമില്ല എന്ന് പറയുന്നത് എന്നൊക്കെ ഷിയോയും അവളോട് ചോദിക്കുകയാണ്. ഷിയോയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും തുറന്നു പറയുകയാണെങ്കിൽ മാത്രമേ ഒരു കംഫോർട്ടൊക്കെ ഫീൽ ചെയ്യുകയുള്ളൂ എന്ന് അവൾ പറയുമ്പോഴത്തേക്കും ഷിയോയും അവൾക്ക് എന്ത് ചോദ്യമുണ്ടെങ്കിലും ചോദിച്ചോ എന്നൊക്കെയാണ് പറയുന്നത്. ഡൂഗോയ്ക്ക് എന്തിനാണ് ലാഭൊക്കെ ഉള്ളത്, അവിടെ എന്താണ് സംഭവിക്കുന്നതെന്നൊക്കെ നാംസോൺ ചോദിക്കുമ്പോഴത്തേക്കും ഒരു ദിവസം ഉറപ്പായിട്ട് നാംസോണെ ലാബിലേക്ക് കൊണ്ടുപോകാമെന്നൊക്കെ ഷിയോയും വാക്ക് നൽകുന്നു. അമ്മേനെ ഒരു വണ്ടിയൊക്കെ ഫോളോ ചെയ്യുന്നതായിട്ട് അമ്മ കാണിക്കുകയാണ്. സോ അമ്മയും തനിച്ച് നടന്നു പോകുമ്പോഴത്തേക്കും ഒരാൾ അമ്മേനെ ഫോളോ ചെയ്ത് എത്തുന്നുണ്ടായിരുന്നു. അമ്മയും അയാളെ കൈയോടെ പിടികൂടിയിട്ട് അയാളുടെ കൊങ്ങയ്ക്കൊക്കെ പിടിച്ച് പൊക്കുമ്പോഴത്തേക്കും അത് ആരാണെന്ന് കൂടി കാണിക്കുന്നു. ബ്രെഡ് സോങ്ങിന്റെ സ്റ്റാഫായിട്ടുള്ള നമ്പേഴ്സൊക്കെ പറയുന്ന ആ ഒരു വ്യക്തി ആയിരുന്നു അത്. പിന്നീട് അയാൾ തന്നെ ബ്രെഡ് സോങ്ങിനെ വിളിച്ചതിന് ശേഷം പിടിക്കപ്പെട്ട കാര്യമൊക്കെ അറിയിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അമ്മേനെ കാണുവാനായിട്ട് എത്തണമെന്ന് കൂടി അയാൾ ബ്രെഡ് സോങ്ങിനോട് പറയുന്നു. അയാളുടെ കഴുത്തിനൊക്കെ പരിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നത് കൊണ്ട് തന്നെ അയാളുടെ ശബ്ദം തന്നെ ഇപ്പോൾ ഇല്ലാതായിരിക്കുകയാണ്. അമ്മയും അമ്മയുടെ സ്റ്റാഫിനെയൊക്കെ വിളിച്ച് കഴിയുമ്പോഴത്തേക്കും അവരുടെ നാട്ടിലെ പോലത്തെ ക്ലാസിക്കൽ മ്യൂസിക്കൊക്കെ പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ എന്ന് അവർ പാടിയൊക്കെ നോക്കുന്നു. പക്ഷെ അയാളുടെ ശബ്ദമൊക്കെ മൊത്തത്തിൽ പോയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അമ്മയുടെ സ്റ്റാഫ് ബ്രെഡ് സോങ്ങിൻ്റെ സ്റ്റാഫിനെയും കൂട്ടിക്കൊണ്ട് താഴേക്ക് ഇറങ്ങിപ്പോകുന്നു. അപ്പോഴാണ് ബ്രെഡ് സോങ് അവിടെ എത്തുന്നത്. എന്നെ അമ്മ അറ്റാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, അങ്ങനെ എൻ്റെ ശബ്ദമൊക്കെ പോയെന്ന് സ്റ്റാഫ് പറയുമ്പോഴത്തേക്കും ഒരു പെണ്ണിൻ്റെ കയ്യിൽ നിന്ന് മടിയും മേടിച്ചിട്ട് വന്നിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് ബ്രെഡ് സോങ് അവനെ കളിയാക്കിയിട്ട് അമ്മയുടെ അടുത്തേക്ക് പോകുന്നു. അമ്മയ്ക്ക് ബ്രെഡ് സോങ്ങിനോട് ചോദിക്കാനായിട്ട് ഒരുപാട് ചോദ്യങ്ങളുണ്ടായിരുന്നു. പക്ഷെ ബ്രെഡ് സോങ് ആകട്ടെ നമുക്ക് ഡേറ്റ് ചെയ്യാമെന്നൊക്കെയാണ് അമ്മയോട് പറയുന്നത്. എൻ്റെ സിമ്പതിയൊക്കെ പിടിച്ചു പറ്റുവാനായിട്ടില്ല നീ ഹോസ്പിറ്റലിൽ മറ്റൊരാളെ കിടത്തിയിട്ട് നീയാണ് ഹോസ്പിറ്റലിൽ ഉള്ളതെന്നൊക്കെ എന്നോട് പറഞ്ഞത്. പിന്നെ നീ എൻ്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നോ, അങ്ങനെയല്ലേ നിനക്ക് ആരും അറിയത്തില്ലാത്ത എൻ്റെ ഒരു ഫോട്ടോ പോലും കിട്ടിയിട്ടുണ്ടായിരുന്നതെന്നൊക്കെ അവനും അമ്മയോട് ചോദിക്കുന്നു.
എനിക്കിതിനെക്കുറിച്ച് ഒന്നുമല്ല കേൾക്കേണ്ടത്. നീ റഷ്യയിലല്ലായിരുന്നോ? നീ അവിടെ വെച്ച് എങ്ങനെയാണ് ഷിയോനെ കണ്ടുമുട്ടിയതെന്നൊക്കെ അമ്മ ചോദിക്കുമ്പോഴത്തേക്കും നീ എപ്പോഴും ഇങ്ങനെ ഷിയോയുടെ പേരൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് അവൻ്റെ അടുത്ത് അസൂയ തോന്നുന്നതാണെന്നൊക്കെ പറഞ്ഞിട്ട് ബ്ലഡ് സോങ്ങും ദേഷ്യപ്പെടുകയാണ്. പക്ഷേ നിനക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ എന്നോട് തുറന്നു പറയണമെന്ന് അമ്മ പറയുമ്പോഴത്തേക്കും എന്നെ ഡേറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ എല്ലാം തന്നെ പറയാമെന്ന് അവനും പറയുന്നു. പോലീസുകാർ മൊത്തത്തിലിരുന്ന് ഓരോരോ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുകയാണ്. അതായത് ഇപ്പോൾ അവരുടെ കയ്യിൽ ഒരു ജാക്കറ്റൊക്കെ ഉണ്ടല്ലോ, ഈ ജാക്കറ്റ് ഡൂക്കോയിൽ നിന്നും കിട്ടിയതാണെന്ന് പറഞ്ഞ് പ്രസ്സിനെ നമുക്ക് ഏൽപ്പിക്കാമെന്നൊക്കെയാണ് ഒരാൾ പറയുന്നത്. പക്ഷേ പ്രസ്സിൻ്റെ എല്ലാം തന്നെ ഹെഡായിട്ടുള്ള ഒരാൾ ഈ ഒരു ഹെറിറ്റേജ് ക്ലബിൻ്റെ മെമ്പറാണ്. അതുകൊണ്ട് തന്നെ നമുക്കൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല എന്നൊക്കെ ഓയും പറയുന്നുണ്ട്. പക്ഷെ അപ്പോഴായിരുന്നു ഹീസിക്കിന് മറ്റൊരു ഐഡിയ തോന്നുന്നത്. അവനും ആ ഒരു ജാക്കറ്റൊക്കെ ഇട്ടുകൊണ്ട് അമ്മയുടെ വീട്ടിലെത്തി അമ്മയുടെ മുമ്പിൽ പോയി നിൽക്കുകയാണ്. അങ്ങനെ ജാക്കറ്റൊക്കെ കിട്ടിയ അമ്മയാകട്ടെ ഒരു ലൈവ് ഷോ തന്നെ നടത്താമെന്ന് തീരുമാനിക്കുന്നു. ഇപ്പോൾ സെക്രട്ടറി ഉണ്ടായിരുന്നതൊരു ഹോട്ടലിലൊക്കെ ആയിരുന്നല്ലോ. സോ അവിടെ നിന്നും ഇറങ്ങിയതിന് ശേഷം ഒരു ടാക്സിയൊക്കെ വിളിച്ചിട്ട് അമ്മയുടെ അടുത്തേക്കും അവൾ പോവുകയാണ്. അമ്മയും സെക്രട്ടറി സേഫായിട്ട് ഇരിക്കുവാനായിട്ടൊരു വണ്ടി പോലും വിളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ സെക്രട്ടറി അതിനു മുമ്പ് ഒരു ടാക്സിയിലൊക്കെ കയറി കാര്യം അമ്മേനെ അറിയിക്കുന്നു. പക്ഷെ ആ ടാക്സി ഡ്രൈവർ ആകട്ടെ ഒരു പൊടിയൊക്കെ ആ സെക്രട്ടറിയുടെ മുഖത്തേക്ക് ഇറങ്ങി കഴിയുമ്പോഴത്തേക്കും അവളുടെയും ബോധമൊക്കെ നഷ്ടപ്പെടുന്നു. ഈ തവണയും ഷിയോ നാംസോണെ വീട്ടിലൊക്കെ കൊണ്ടേ ആക്കുന്നുണ്ട്. നാംസോൺ നടന്നു പോകുന്നതെല്ലാം തന്നെ നോക്കി നിന്നതിന് ശേഷം എനിക്ക് നിന്നെ തന്നെയാണ് ആവശ്യമായിട്ടുള്ളത്. നീ എൻ്റെ കൂടെ നിൽക്കുകയാണെങ്കിൽ പാവലിനെ പോലും എനിക്ക് തോൽപ്പിക്കുവാനായിട്ട് സാധിക്കുമെന്നാണ് ഷിയോ പറയുന്നത്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് തന്നെയാണ് ഷിയോയും ഹീസിക്കും തമ്മിലുള്ള വ്യത്യാസം. അതായത് ഹീസിക്ക് എപ്പോഴും നാംസോണെ സേഫാക്കി വെക്കുവാനായിട്ടാണ് ശ്രമിക്കുന്നത്. അവൾക്ക് ഒരു പ്രശ്നവും ഉണ്ടാകരുതെന്നും അവൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ഷിയോ അങ്ങനെയല്ല. അവനിപ്പോൾ മാഫിയ ഗ്രൂപ്പിനെ പോലും കീഴ്പ്പെടുത്തുവാനായിട്ട് ശ്രമിക്കുകയാണ്. സോ ആ ഒരു പോരാട്ടത്തിൽ ഒരുപാട് ശക്തിശാലിയായിട്ടുള്ള ഒരാളെ അവന് വേണം. അതിനാണ് ഇപ്പോൾ നാംസോണെ കൂടെ നിർത്തുവാനായിട്ട് ആഗ്രഹിക്കുന്നതും. അമ്മയും ബ്രോഡ്കാസ്റ്റിംഗ് റൂമിലൊക്കെ എത്തി കഴിയുമ്പോഴത്തേക്കും അവിടെ സെക്രട്ടറി മാത്രം എത്തിയിട്ടുണ്ടായിരുന്നില്ല. അമ്മയും അവളുടെ ഫോണിലേക്ക് വിളിക്കുമ്പോൾ കിട്ടുന്നുകൂടി ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു അപകടമൊക്കെ നടന്നിട്ടുണ്ടെന്നുള്ള കാര്യം അമ്മയും മനസ്സിലാക്കുന്നു. നാംസോൺ വീട്ടിലെത്തി കഴിയുമ്പോഴത്തേക്കും ഉറങ്ങിക്കിടക്കുന്ന ഹീസിക്കിനെയാണ് അവൾ കാണുന്നത്. അവളും അതേപടി തന്നെ അവനെ എടുത്ത് കട്ടിലിലൊക്കെ കിടത്തുന്നു. പിന്നീട് അവൾ പോകുവാനായിട്ട് തുടങ്ങുമ്പോഴത്തേക്കും അവനും കണ്ണു തുറന്ന് അവളുടെ കൈയൊക്കെ പിടിച്ചിട്ട് നീ പോകരുത്, നീ എൻ്റെ കൂടെ നിൽക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് അവളെയും അവിടെ ഇരുത്തുകയാണ്. പിന്നീട് അവർ കിസ്സും ചെയ്യുന്നു. ആ ഒരു സീനോട് കൂടിയാണ് ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഇത്രയും വേഗം കാണാം. ബൈ.